എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ചെയ്ത് പ്ലേറ്റ്ലെറ്റ്, തൈറോയിഡ്, അതേപോലെ ഫെറിറ്റിൻ്റെ അളവ് നോക്കി, അതേപോലെ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കി, പിന്നെ മഗ്നീഷ്യം നോക്കി, കാൽഷ്യം നോക്കി, വിറ്റാമിൻ ഡി നോക്കി, എല്ലാം നോർമലാണ് എങ്കിൽ, എന്നിട്ടും മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെയും pH നോക്കുക. നിങ്ങൾ pH നോക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ കിണറ്റിലെ വെള്ളം കോരിയെടുത്തിട്ട് ജസ്റ്റ് അതിൽ ഒരു ഫിൽറ്റർ പേപ്പർ, pH പേപ്പർ ഉണ്ട്, അത് വെച്ച് നോക്കാവുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഞാനത് പറയാൻ കാരണം വെച്ചാൽ, എൻ്റെ ഒരു പേഷ്യൻറ്റ്, വൺ ഓഫ് ദ പേഷ്യൻറ്റ് ഇവിടെ വന്നപ്പോൾ ആൾക്ക് എല്ലാ ടെസ്റ്റും ചെയ്തപ്പോൾ നോർമലാണ് കാണുന്നത്. പക്ഷേ മുടി കൊഴിച്ചിൽ എന്ന് വെച്ചാൽ അപാര മുടി കൊഴിച്ചിൽ, ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. നിലത്തൊക്കെ അയാൾ ഇരുന്ന് എണീച്ച് പോകുമ്പോൾ നല്ല മൊത്തം മുടി. അപ്പോൾ വലിയ പ്രായവുമില്ല. അപ്പോൾ നമ്മൾ pH അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ആ pH ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ 4.1 ഉള്ളൂ. അതായത് നോർമലി നമുക്ക് ഒരു ന്യൂട്രൽ pH ആണ് വേണ്ടത്. അതായത് ആസിഡും അല്ല ആൽക്കലൈനും അല്ല, അങ്ങനത്തെ ഒരു pH വേണ്ടത്. അത് ഏകദേശം ഒരു 6.1 തൊട്ട് ഒരു 7.4 വരെയൊക്കെ വെള്ളത്തിന് പോവാം pH. അതിൻ്റെ ഇടയിലാണ് വേണ്ടത്. ഈ ആളെ വെള്ളത്തിന് എന്ന് വെച്ചാൽ 4.1 എന്ന് പറഞ്ഞാൽ വളരെ അസിഡിക്കാണ്. ആ വെള്ളം ഭയങ്കര അസിഡിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അസിഡിക് വെള്ളം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി പ്രശ്നമാവും, മുടി കൊഴിയാൻ തുടങ്ങും, അതേപോലെ തന്നെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. അതിൻ്റെ കൂടെ തന്നെ വേറെ പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ GERD എന്ന് പറയുന്ന അസുഖം വരും, ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസോർഡർ എന്ന് പറയും. അതായത് നമ്മൾ എന്ത് കഴിച്ചാലും തേട്ടി പുറത്തോട്ട് വരും. അതേപോലെ അൾസർ ഉണ്ടാകാനുള്ള ചാൻസ്, ക്രോണിക് ആയിട്ടുള്ള അൾസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വെള്ളം. ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതൊക്കെ എന്തിനാണ് pH ഒക്കെ നോക്കണം എന്നുള്ള മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാകും. പിന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജുകൾ നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മുടിക്കും, നിങ്ങളുടെ സൗന്ദര്യത്തിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും വൺസ് ഇൻ എ വൈൽ, ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് pH നോക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇനിയിപ്പോൾ pH അസിഡിക് ആകുമ്പോഴാണ് ഏറ്റവും പ്രോബ്ലം. അതായത് ഒരു യൂണിറ്റ് pH അങ്ങോട്ടോ ഒരു യൂണിറ്റ് pH ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ 10 ഇരട്ടി അസിഡിക്കായി, അല്ലെങ്കിൽ 10 ഇരട്ടി ബേസിക്കായി, മീൻസ് ആൽക്കലൈനായി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സ് അതായത് നമ്മൾ ഈ വെള്ളം ഡയറക്റ്റ് തലയിൽ ഒഴിക്കാതെ നമുക്ക് ഫിൽറ്റർ നമ്മളെ ടാപ്പിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കളക്ട് ചെയ്ത് നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കാം. ആ ഫിൽറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാൽസൈറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഫിൽറ്റർ ഉണ്ട്, കാൽസൈറ്റിൻ്റെ ഫിൽറ്റർ. അതേപോലെ ഈ കാൽസൈറ്റും മഗ്നീഷ്യം കൂടി കൂടിയ ഒരു ഫിൽറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സോഡ ആഷ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഫിൽറ്റർ ഉണ്ട്. അങ്ങനത്തെ ഫിൽറ്റേഴ്സ് കിട്ടും. എക്സ്പെൻസീവ് ആണ് കുറച്ചൊക്കെ. ഇതൊക്കെ കാൽസൈറ്റൊക്കെ കുറച്ച് ബെറ്റർ ആണ്. എക്സ്പെൻസീവ് മീൻസ് അതിന് അത്ര വലിയ പൈസ ഇല്ലാത്ത സാധനമാണ് കാൽസൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, എന്നിട്ട് വെള്ളം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വൺസ് ഇൻ എ വൈൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈവൻ മുടി കൊഴിച്ചിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അൾസർ പോലെ ഭയങ്കര എന്ത് കഴിച്ചാലും തേട്ടി വരുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് pH ഒന്ന് ചെക്ക് ചെയ്യുക. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.